നമ്മളും എന്ത് ചെയ്യണം? ടെക്നോളജിക്ക് അനുസരിച്ച് മാറേണ്ടതുണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ ഈ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ പല പ്രമുഖരുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവരുടെ ലൈഫ് അവര് ഇത്രയും ഉയർച്ചയിൽ എത്തിച്ചിട്ടുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധം അവരുടെ ലൈഫ് ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിധം. ഇതൊക്കെ ഇവരുടെയൊക്കെ എങ്ങനെയാണ് ഇവർ ഈ ഒരു ഉയർച്ച കൈവരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരെല്ലാം ടെക്നോളജിക്കൊപ്പം സഞ്ചരിച്ചവരാണ്, ടെക്നോളജിക്കൊപ്പം നിന്നിട്ടുള്ളവരാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണത്താൽ നമ്മൾ പിറകോട്ട് പിന്മാറാതെ നമ്മൾ എപ്പോഴും ടെക്നോളജിക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുക. പുതിയ അറിവുകൾ കിട്ടുമ്പോൾ, പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനൊപ്പം സഞ്ചരിക്കുക. ഓക്കെ, അല്ല നമ്മൾ അറിയില്ല എന്നൊരു കാരണവശാൽ നമ്മൾ പിന്നോട്ട് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും പിറകോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും ഒരു ഉയർച്ചയിൽ എത്താൻ പറ്റില്ല, ഒരിക്കലും മുന്നോട്ട് വരില്ല. നമ്മൾ എപ്പോഴും തോൽവികൾ വാങ്ങിക്കൊണ്ട് ബാക്കോട്ടിലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഒരു മുന്നേറ്റം ആഗ്രഹിക്കുന്നവരാണ്, വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ കൈവരിച്ചവരുടെ ഭൂരിഭാഗം പേരുടെയും ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ ടെക്നോളജിക്കൊപ്പം നിന്നവരാണ്. സോ ആ ഒരു സത്യം മനസ്സിലാക്കി നമ്മളും ടെക്നോളജിക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുക, അറിയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത് പറയുമ്പോൾ എനിക്ക് ബിറ്റ്കോയിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ 2009 കാലഘട്ടം ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം അതാണ്. ആ ഒരു സമയത്ത് ബിറ്റ്കോയിൻ വന്ന ടൈമിൽ നമുക്ക് പലർക്കും ഈ അടുത്താണ് നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് അറിയുന്നത്. കാരണം അന്ന് നമുക്കത് ചിന്തിക്കാൻ പോലും അന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത്രയും നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സാധനമാണ് ഇതെന്ന് നമ്മൾ അന്ന് പലർക്കും അറിയില്ലായിരുന്നു. ഇതിന്റെ ഒരു വാല്യൂ എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഉണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അത് ഉൾക്കൊണ്ടില്ല, അറിയാൻ ശ്രമിച്ചില്ല, പഠിക്കാൻ ശ്രമിച്ചില്ല. പക്ഷെ അന്ന് അത് ഉൾക്കൊള്ളാനും അറിയാനും ശ്രമിച്ചവർക്ക് ഇന്ന് അതിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് ആ ഒരു ബിറ്റ്കോയിൻ കയ്യിലുള്ളവർ ആരാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ലൈഫിൽ തന്നെ വരുന്ന ചേഞ്ച് എന്തോരം ചേഞ്ച് വരുമായിരുന്നു. നമ്മൾ ഇന്ന് കോടീശ്വരന്മാരായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ദാരിദ്ര്യം തന്നെ ഇല്ലാണ്ടാവുമായിരുന്നു അല്ലെ? അന്ന് എല്ലാവരും ഒന്നോ രണ്ടോ കോയിൻ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ അന്ന് നമ്മൾ അത് ചെയ്തില്ല, അറിയാൻ ശ്രമിച്ചില്ല. അത് നമ്മളുടെ ലൈഫിൽ എല്ലാവർക്കും പറ്റിയ വലിയൊരു മിസ്റ്റേക്സ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പോഴും കൂടെ ചിന്തിച്ചിട്ടുണ്ട്. ഈ 2009 എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മളിപ്പോ ഈ സൂമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളടക്കം ചെറിയ കുഞ്ഞു പൈതം മക്കളൊന്നും അല്ല. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും മെച്ചോർഡൊക്കെയാണ്. നമുക്ക് കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പോലും നമ്മൾ എന്തായില്ല, ഈ ഒരു ബിറ്റ്കോയിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ കേൾക്കാനോ അറിയാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ടെക്നോളജിയോടൊപ്പം വളരാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് നമുക്കത് അറിയാൻ കഴിഞ്ഞില്ല. അന്നൊരു 10 പൈസക്ക് വാല്യൂ ഇല്ലാത്തൊരു ടൈമിൽ നമ്മൾ അതൊന്ന് വാങ്ങി വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ആരാകുമായിരുന്നു? അന്നും നമ്മൾ ഗോൾഡ് വാങ്ങി വെക്കുമായിരുന്നു. അതിനൊരു മാറ്റം മലയാളികൾക്ക് വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ ശ്രമിച്ചില്ല. ഇന്ന് അന്ന് ഇത്രത്തോളം അറിയാൻ ടെക്നോളജിക്കൊപ്പം വളർന്നവരുടെ കയ്യിൽ നിന്ന് എത്ര പേരുടെ കയ്യിൽ അത് ഉണ്ട്? ഇന്ന് അവരാരാണ് അല്ലേ? അപ്പോ ആ ഒരു അമളി നമ്മുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് വരാൻ പാടില്ല. നമുക്കും നമ്മുടെ പുതുതലമുറക്കും എന്ത് വേണം? ജീവിത ഉയർച്ചയിലെത്തണം, മുന്നേറ്റം വേണം. നമ്മൾ പിറകോട്ട് വലിഞ്ഞ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പിറകോട്ട് പോവാണ്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരിക. അത്തരത്തിലുള്ള നമ്മുടെ ലൈഫിന് തന്നെ ഒരു ചേഞ്ച് തന്നെ വരുത്താൻ പറ്റുന്ന ഒരു എന്താ പറയാ, ഒരു മാറ്റം വരുത്താൻ പറ്റുന്ന പുതിയൊരു ടെക്നോളജി തന്നെയാണ് നമ്മുടെ വുഡ ടെക്നോളജി. അതെ, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. നമുക്കറിയാം, നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചു നോക്കുക. അറിയാലോ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ ഗ്രാഫാണ്. ഇതിൽ നിങ്ങൾക്കറിയാം അല്ലെ, ഉയർച്ചയുണ്ടോ അതോടൊപ്പം തന്നെ എന്തുണ്ട്? താഴ്ചയും സംഭവിച്ചിട്ടുണ്ട്, ഫ്ലക്ച്വേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? നമുക്കറിയാം ഇത് സംഭവിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇതൊക്കെ. ഇനിയിപ്പോ ഗോൾഡിന്റെ കാര്യം, ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഞാനടക്കം എനിക്കും ഇപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു 5000 രൂപയെങ്കിലും കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴല്ല കുറച്ച് മുന്നേ വരെ, ഇപ്പൊ എനിക്ക് ദൈവം സഹായിച്ചതുണ്ട്, 5000 രൂപയെങ്കിലും കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് അതിന് കിട്ടുന്ന 1 ഗ്രാം ആയാലും വേണ്ടില്ല, 1/2 ഗ്രാം ആയാലും വേണ്ടില്ല, അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇതിന് വാല്യൂ കൂടുന്നത് നമുക്ക് ഉറപ്പാണ്. എത്ര വില ഇടിഞ്ഞു പോയാലും മുന്നോട്ട് പോകും, വാല്യൂ കൂടും നമ്മൾ ഉറപ്പിക്കാറുണ്ട്. പക്ഷേ അവിടെയും നിങ്ങൾക്ക് ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും, എത്ര ഹൈയിൽ പോയാലും അവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്? ലോ സംഭവിക്കുന്നുണ്ട്. ഉയർച്ചയോടൊപ്പം താഴ്ചയും സംഭവിക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ അത് താഴ്ചയിൽ നിന്ന് കയറി വരാൻ കുറെ ടൈം എടുത്തിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ആൾക്കാരെ ഇനി വാങ്ങിയ സ്വർണം വിൽക്കാൻ പറ്റാണ്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. കാരണം വില ഇടിഞ്ഞു പോയിട്ട് അത് പിന്നെ കയറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ, പല സിറ്റുവേഷൻസിൽ അർജന്റ് ആയിട്ട് ക്യാഷിന് ഒരു അത്യാവശ്യം വരുമ്പോൾ അത് വിൽക്കാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയും അത് വരും. കാരണം നമുക്കറിയാം ഇവിടെയും എന്തുണ്ട്? ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ട്.
അടുത്തത് ഞാനിപ്പോ ഈ പറഞ്ഞ ബിറ്റ് കോയിൻ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാലോ വാർത്തയിലൊക്കെ നിറഞ്ഞാടുകയാണ് ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ബിറ്റ് കോയിന്റെ കാര്യം. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉയർച്ചയിൽ എത്തി അല്ലെ, വേറൊരു ലെവലിലേക്ക് തന്നെ എത്തിപ്പോയി. നമുക്ക് ഒരിക്കലും എന്താ പറയാ, നമുക്ക് തൊടാൻ പോലും പറ്റില്ല, ആ ലെവലിൽ എത്തി. നമ്മുടെ കയ്യിൽ വന്ന സാധനമായിരുന്നു, പറഞ്ഞിട്ട് എന്താ, നമ്മൾ അന്ന് മെയിൻ ചെയ്തില്ല, ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ല, അറിയാൻ ശ്രമിച്ചില്ല, ടെക്നോളജിയോടൊപ്പം സഞ്ചരിച്ചില്ല. ഇപ്പൊ ഈ ബിറ്റ് കോയിന്റെ അവസ്ഥ വലിയൊരു ഉയർച്ചയിലാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന് നേരെ ഒരു ഓപ്പോസിറ്റ് വശം കൂടി ഉണ്ട്. എന്താണത്? നേരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് താഴോട്ട് വന്നേക്കാം. ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കുക, ഇപ്പൊ വലിയൊരു ഉയർച്ചയിലാണ് നിൽക്കുന്നത് അല്ലേ? പക്ഷെ നമുക്ക് ഉറപ്പുണ്ടോ, നമുക്ക് പറയാൻ പറ്റുമോ ഇതെന്നും ഇതുപോലെ നിൽക്കുന്നു, നാളെ ഇതുപോലെ നിൽക്കുന്നു? ഒരിക്കലും പറ്റില്ല. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വശമുണ്ട്. എപ്പോ വേണമെങ്കിലും ഡൗൺ ആവാം, വാല്യൂ ഇടിഞ്ഞു പോവാം. അങ്ങനെ വരുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാനും അതിനുള്ള ഒരു ത്രാണിയും നമുക്ക് വേണം എന്നുള്ളതാണ് ഇത്തരം പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. കാരണം ഇത് പെട്ടെന്നൊരു വാല്യൂ ഇടിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് പലരിലും പല ആഘാതം ഉണ്ടാക്കും, ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയാവാം. ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ട് ഇതെല്ലാം നേരിടാനുള്ള ഒരു ശക്തിയും ത്രാണിയും ഉള്ളവർ മാത്രം നിൽക്കേണ്ട പ്ലാറ്റ്ഫോമുകളാണ് ഇതെല്ലാം. ഏത് ബിറ്റ് കോയിന്റെ കാര്യമാണെങ്കിലും എന്നും ഈ ഉയർച്ചയിൽ നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനും ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, വേരിയേഷൻസ് നമുക്കറിയാം, താഴ്ന്നു പോവാം. ഇതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് വുഡ ടെക്നോളജി വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്, അതെ, വാല്യൂ കൂടുക മാത്രം ചെയ്യുന്ന ഡിജിറ്റൽ അസറ്റ്. ഒരിക്കലും ആര് വിചാരിച്ചാലും എങ്ങനെ തളർത്താൻ നോക്കിയാലും തളരില്ല എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും ഒരാൾ വിചാരിച്ചാൽ പോലും ഇതിന്റെ ഒരു വാല്യൂ താഴത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഒരു ഫ്ലക്ച്വേഷൻ സംഭവിക്കാൻ പോണില്ല. ഇത് 101% ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിന്റെ ഗ്രാഫ് നമ്മളുടെ ഉയർച്ചയിലോട്ട് മാത്രം പോകുന്ന, വിത്തിൻ സെക്കൻഡ് ഉയർച്ചയിലോട്ട് മാത്രം പോവുമായിരിക്കും. ഒരിക്കലും അത് ഡൗൺ ആവില്ല, ലോ ആവില്ല. ഇതിന്റെ ഗ്രാഫ് ഒരിക്കലും താഴോട്ട് വരില്ല. ഇത് നമുക്ക് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പറയുന്നു, എന്താണ് ഇത്രത്തോളം ഉറപ്പ്, എന്താണ് ഇതിലുള്ള ട്വിസ്റ്റ്, ഇതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങളുടെ ഡൗട്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ട് ഉത്തരം തരാനും വേണ്ടിയിട്ട് ഞാൻ ഫിജോ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാത്രമല്ല എനിക്ക് സാറിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയേണ്ടത്, സാറ് വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് എന്താ പറയാ, നമ്മളൊരു വെരി ഫാസ്റ്റസ്റ്റ് ഗോൾഡ് അച്ചീവർ റാങ്ക് നേടിയിട്ടുള്ള അദ്ദേഹം. സോ അത് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ ഒരു നിമിഷത്തിൽ പറയുകയാണ്. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ്. ഓക്കെ മാഡം, ഓക്കെ, താങ്ക് യു. ഓഡിബിൾ ആണോ മാഡം? ഹലോ, ഓ പറയൂ സർ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. താങ്ക് യു മാഡം, താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു നൂറ മാഡം, താങ്ക് യു. വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ചിട്ടും മാർക്കറ്റിനെ കുറിച്ചിട്ടും. കാരണം എന്ന് വെച്ചാൽ വളരെ എനർജറ്റിക് ആയിട്ട്, കാരണം മാർക്കറ്റ് വളരെ സ്റ്റഡി ചെയ്തിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ബിറ്റ് കോയിനെ കുറിച്ചിട്ടാണെങ്കിലും ഗോൾഡിനെ കുറിച്ചിട്ടാണെങ്കിലും മാർക്കറ്റിന്റെ ട്രെൻഡ് കറക്റ്റ് ആയിട്ട് വീക്ഷിച്ചുകൊണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള സൂം സെക്ഷനിൽ പ്രസന്റ് ചെയ്യാൻ മാഡത്തിനെ പറ്റി വളരെ താങ്ക് യു വെരി മച്ച്. ഓക്കെ മാഡം. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, ഗുഡ് ഈവനിങ്. എന്റെ പേര് ഫിജോ. ഞാൻ ടെദ്രോഷൻ കമ്മ്യൂണിറ്റിയിലെ ഇപ്പൊ ഗോൾഡ് അച്ചീവർ ആണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, ഇപ്പൊ നൂറ മാഡം സംസാരിച്ചത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാണിച്ചിട്ടുള്ള സ്ലൈഡുകൾ വളരെ വ്യക്തമായിട്ട് അവർ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം വെച്ചാൽ നമുക്കൊരു ഫ്ലക്ച്വേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോ. വലിയ രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്ന ബിറ്റ് കോയിൻ നമുക്ക് എല്ലാവർക്കും ചർച്ചാ വിഷയമാണ്. മാർക്കറ്റിൽ മുഴുവൻ സംസാരം അതിനെ കുറിച്ചാണ്. പക്ഷെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ ഈ റേറ്റിൽ തന്നെ അത് നിലനിൽക്കുന്നോ, അല്ലെങ്കിൽ ഇനി അതിന് മുകളിലേക്ക് ഇനി അത് വളരെ നല്ല പെട്ടെന്ന് കയറുന്നോ ഇറങ്ങുന്നോ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, എല്ലാന്ന് വെച്ചെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറമാണ് അതിന്റെ വിലയിൽ വരുന്ന വ്യതിയാനങ്ങൾ. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ടെതർ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു സിസ്റ്റം, വുഡ പ്രൊജക്ട്, മാഡം സൂചിപ്പിച്ചു, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. നമ്മളുടെ കയ്യിൽ ഒരുപാട് അസറ്റുകൾ ഉണ്ട്. നമുക്ക് ഇപ്പോ ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, വേറെ എന്തോ ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, എല്ലാം നമുക്കൊരു അസറ്റുകളാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ വില എന്നും കൂടിക്കൊണ്ടിരിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം.
പക്ഷെ അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ്, എത്രമാത്രം അത് വില കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി 100% നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ടെതർ ഓഷ്യൻ. ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള ഗ്രാഫിനേക്കാളും വളരെ ഡിഫറെന്റ് ആണ്. കാരണം നോർമൽ മാർക്കറ്റിന്റെ ഗ്രാഫ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ഗ്രാഫും, അതുപോലെ തന്നെ സ്റ്റഡി ആയിക്കൊണ്ട് ഒരു പോയിന്റ് പോലും താഴേക്ക് വരാതെ വുഡയുടെ മാർക്കറ്റ് ഗ്രാഫും നിങ്ങൾക്ക് നിന്ന് കാണാം. ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഈ വുഡ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 21, 2024 ആ സമയത്ത് ഇതിന്റെ റേറ്റ് $0.01 ആയിരുന്നു. ഇന്ന് 20 രൂപയുടെ അടുത്താണ് അതിന്റെ റേറ്റ്. 0.22 USDT എന്നുള്ള രീതിയിലേക്ക് അതിന്റെ റേറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തിൽ ഒന്നും പുതുതായി കണ്ടുപിടിക്കുന്നില്ല. കാരണം പുതുതായി നിലവിലുള്ളതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളും വരുന്നത്. അല്ലാതെ വേറെ ഒന്നും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതിന്റെ ശേഷമല്ല വരുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിലുള്ള എന്തും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഉള്ളതിനെ കൂട്ടിച്ചേർത്ത് അതിന്റെ ആ കറക്റ്റ് മെഷർമെന്റിൽ ചേരുമ്പോഴാണ് ഓരോ അത്ഭുതങ്ങളും ഓരോ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ടെതർ ഓഷ്യൻ. ഒരു 100% ഒരു കാൽക്കുലേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കറക്റ്റ് മാത്തമെറ്റിക്കൽ തിയറി യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു പ്രൊജക്റ്റ് ആണ് സെൽഫ് അപ്രിസിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട്. ഇതിന്റെ പ്രത്യേകത നമുക്ക് ഇതിന്റെ റേറ്റ് ഒരിക്കലും കുറയില്ല എന്നുള്ളതാണ്. നമുക്ക് USDT ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വെർച്വൽ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഈ വെർച്വൽ അസറ്റിന്റെ വാല്യൂ ഒരിക്കലും താഴേക്ക് വരില്ല. നമുക്ക് അതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഇതാണോ കീ ഫീച്ചേഴ്സിൽ ഒന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റെബിലിറ്റി ആണ്. നമ്മൾക്ക് ഒരു ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു കോയിൻ അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്, USDT ആണ്. USDT നമുക്കറിയാം എപ്പോഴും സ്റ്റേബിൾ കോയിൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് വേൾഡിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് വാങ്ങാനും സെല് ചെയ്യാനും അവരുടെ അസറ്റിന് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ കീപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു നല്ല ഒരു കോയിനാണ് USDT. ഈ USDT കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൂൾ ആണ്. മറ്റുള്ള വ്യക്തികളൊക്കെ ലിക്വിഡിറ്റി പൂള് അവരുടെ പേഴ്സണൽ വാലറ്റുകളിലും ബാങ്ക് അക്കൗണ്ടിലും ആണ് പബ്ലിക്കിന്റെ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പൂൾ ആണ് ടെതർ ഓഷ്യൻ ഓഫർ കൊടുക്കുന്നത്. കാരണം അവര് BEP20 ബ്ലോക്ക് ചെയിനിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാലറ്റിലാണ് അവരുടെ ലിക്വിഡിറ്റി പൂള് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും ബ്ലോക്ക് ചെയിനിലാണ്. നമുക്ക് ഒരു ഓഡിറ്റിംഗ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പബ്ലിക്കിന് മനസ്സിലാവുന്ന രീതിയിൽ പബ്ലിക് ഡൊമൈനിൽ തന്നെ ഈ സാധനത്തിനെ കുറിച്ച് വളരെ കാര്യങ്ങൾ, ബ്ലോക്ക് ചെയിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താല്പര്യമുള്ള വ്യക്തികൾക്ക് എല്ലാ ട്രാൻസാക്ഷൻസും അതിൽ നോക്കി മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഈ വ്യക്തികൾ ഓരോ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നതിനനുസരിച്ച് തന്നെ ഇതിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ബൈ ചെയ്യുമ്പോഴും സെല് ചെയ്യുമ്പോഴും ഒക്കെ ഇതിന്റെ റേറ്റ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ ഇതിന്റെ ഉള്ളിലുണ്ട്. കാരണം അവർക്ക് ചെറിയ വിലയ്ക്ക് മേടിച്ചിട്ടുള്ള അസറ്റുകൾ ഇപ്പോ നല്ല രീതിയിലേക്ക് വില കയറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന. 2 ദിവസം മുമ്പ് $13,600 ഒരു ബിസിനസ് ആണ് ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഈ ടെതർ ഓഷ്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്രയും ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഒരു ആശയത്തിനെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ടെതർ ഓഷ്യൻ സൊല്യൂഷൻ റിയൽ സൊല്യൂഷൻ ആണ്. നമുക്ക് എല്ലായ്പ്പോഴും ലൈഫിൽ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമാണ് റിയൽ സൊല്യൂഷൻ. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ, നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടുകളിൽ, നമ്മൾ ചെയ്യുന്ന എഡ്യൂക്കേഷനിൽ എല്ലാം വളരെ റിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആരാണ് തരുന്നത്? അവരെയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഇതിന് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്നവർക്കും റിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഇതിന് രണ്ട് തരത്തിലുള്ള ആൾക്കാർക്ക് കടന്നു വരാം. ഒന്ന്, ഈ സംഭവം നെഞ്ചോട് ചേർത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണോ അവർക്ക് കടന്നു വരാം. പിന്നെ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, അവർക്ക് അവരുടെ എന്റെ അസറ്റ് വളരെ സേഫ് ആയിരിക്കണം, ഒരു
വേറൊരു രീതിയിലേക്ക് എൻ്റെ ഫണ്ട് നഷ്ടപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞ് കടന്നു വരുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു റിയൽ സൊല്യൂഷനാണ് ടെദ്രോഷ്യൻ ഒരുക്കുന്നത്. 100% ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ്. അതായത് ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ്. നമുക്കറിയാം ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ട് ഈ വേൾഡിൽ. നമുക്ക് ചുറ്റും ഈ ഫിനാൻഷ്യൽ കൺസെപ്റ്റുകൾ ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ അതില് മനുഷ്യരുടെ കൈകടത്തലും മനുഷ്യരുടെ തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റിയൽ ടൈം ബൈ ആൻഡ് സെൽ. നമ്മുടെ അസറ്റ് നമുക്ക് എപ്പോ സെല് ചെയ്യണം, എപ്പോ ബൈ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അല്ലാതെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേറെ ഒരു സിസ്റ്റം അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മളുടെ അസറ്റ് നമുക്ക് എപ്പോ സെല് ചെയ്യണം, നമുക്ക് എപ്പോ പ്രോഫിറ്റ് നിന്ന് നമുക്ക് എപ്പോ പിൻവലിക്കണം എന്നുള്ള ഒരു തീരുമാനം. ആ ഒരു തീരുമാനം നമ്മൾ പല സമയങ്ങളിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഫണ്ട് അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമയങ്ങളിൽ ആ ലിക്വിഡിറ്റി പൂളിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫണ്ട് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ ടെദ്രോഷ്യൻ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് തരുന്ന സൊല്യൂഷൻ ആണ് നിങ്ങളുടെ അസറ്റ് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അത് സെല് ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ അസറ്റ് ബൈബാക്ക് ചെയ്യാം. അതുപോലെ തന്നെ റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട്. നമുക്കറിയാം, നമുക്ക് പല സിസ്റ്റം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല സിസ്റ്റം ആദ്യം അവർക്ക് വാല്യൂ ഉള്ള ഡിജിറ്റൽ അസറ്റുകൾ കൊടുക്കുകയും പിന്നീട് വാല്യൂ ഇല്ലാത്ത ഡമ്മി കോയിൻസ് അവർക്ക് കൊടുക്കുകയും അതിലൂടെ ചീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മളിപ്പോ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട കൂലി, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ള ഒരു അസറ്റ് എനിക്ക് തരുന്ന ഒരു സിസ്റ്റം, അതാണ് റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട് തരുന്ന ഒരു സിസ്റ്റം. അതാണ് ടെദ്രോഷ്യൻ. ഇത് ഞാൻ പറഞ്ഞു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് കടന്നു വരാൻ 3 ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകൾ നമുക്ക് അത്യാവശ്യമാണ്. ഒന്ന് മെറ്റാമാസ്ക്, പിന്നെ അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ്, അതുപോലെ തന്നെ ടോക്കൺ പോക്കറ്റ്. ഈ ലിക്വിഡിറ്റി പൂൾ ഹോൾഡ് ചെയ്യുന്നത് ബിനാൻസിന്റെ സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിനിലാണ്, BEP20 ബ്ലോക്ക് ചെയിനിലാണ്. ആ ബ്ലോക്ക് ചെയിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളുടെ ടെദ്രോഷ്യന്റെ സ്മാർട്ട് കോൺട്രാക്ട്, ആ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട്, അതുപോലെ തന്നെ കോൺട്രാക്ട് അഡ്രസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വെരിഫൈ ചെയ്യാനും കൂടുതലായിട്ട് അതിനെ പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള രീതിയിൽ അതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക് ചെയിനിൽ നമ്മുടെ വാല്യൂ, അസറ്റ് എല്ലാ കാര്യങ്ങളും കാണാം. ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. അതിന്റെ ലിക്വിഡിറ്റി നമ്മുടെ ആ ട്രാൻസാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കാര്യങ്ങൾ കാണാം. നമുക്ക് ബ്ലോക്ക് ചെയിനിലേക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് നേരെ നമ്മുടെ ഡാഷ്ബോർഡ് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ ചെയ്യുന്നത്. സെൽഫ് അപ്രിസിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട്. ഇന്നത്തെ റേറ്റ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത് 8:54 അതായത് മീറ്റിംഗ് തുടങ്ങുന്നതിനേക്കാളും ഒരു അല്പം സമയം മുൻപാണ് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. 0.220944. ഇതാണ് ഇപ്പോഴത്തെ ബൈ റേറ്റ്. നമുക്ക് സെൽ റേറ്റ് വരുന്നത് 0.220921 ആണ്. ഇവിടെ ലിക്വിഡിറ്റി പൂൾ ഞാൻ പരിചയപ്പെടുത്താം. നമുക്കിവിടെ ഫൈനൽ കോയിൻ ഇതുവരെ എല്ലാ വാലറ്റുകളിലും, അതായത് നമ്മളുടെ കൂടെ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും വാലറ്റിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ കോയിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2,58,746.1218 കോയിൻസ് ആണ് ഇന്ന് എല്ലാ വാലറ്റുകളിലും ഹോൾഡ് ചെയ്യുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 52% ഹോൾഡ് ചെയ്യുന്നത് ലിക്വിഡിറ്റി പൂളിലാണ്. അതായത് നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഞാനൊരു $1000 ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ 52% $520 പോകുന്നത് ലിക്വിഡിറ്റി പൂളിലേക്കാണ് പോകുന്നത്. 57,168.4557 USDT ആണ് ഇന്ന് അവർ മാറ്റിയിരിക്കുന്ന ബ്ലോക്ക് ചെയിനിലിരിക്കുന്ന നമ്മുടെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വാലറ്റില് പബ്ലിക്കിന് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണ് $57,168.
നമുക്ക് അതിന്റെ തൊട്ട് താഴെ കോൺട്രാക്ട് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ കോൺട്രാക്ട് ബാലൻസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ BSE സ്കാനിലേക്കാണ് പോകുന്നത്. നമുക്ക് അതിന്റെ മുകളിൽ തന്നെ കോൺട്രാക്ട് അഡ്രസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് BNB മറ്റേ ടോക്കൺ വാല്യൂ US ഡോളറിന്റെ വാല്യൂ കാണാം. എത്ര അസറ്റ് ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം. 59,005 US ഡോളർ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാ ട്രാൻസാക്ഷൻസ് കാണാം. നമുക്ക് ഇതാ 9 മിനിറ്റ് മുമ്പ് ഒരു ട്രാൻസാക്ഷൻ നടന്നു, 39 മിനിറ്റ്, 1 മണിക്കൂർ ആ രീതിയിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കാര്യം ഈ രീതിയിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സിസ്റ്റം തന്നെ നമ്മൾ ചോദിക്കാൻ സിസ്റ്റത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ അസറ്റിന്റെ വാല്യൂ എത്ര ഉണ്ടെന്നുള്ളത് കാണിക്കാൻ ഇവിടെ ഉണ്ട്. നമ്മുടെ US ഡോളർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് വെർത്ത് ഇൻ BNB കാണിക്കുന്നുണ്ട്. 93.75 BNB വെർത്ത് BNB ആണ് നമ്മുടെ ഈ അസറ്റിൽ അവർ ഹോൾഡ് ചെയ്യുന്നത്. ഇത് പബ്ലിക്കിന്റെ ഫണ്ടാണ്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ സേഫ് ആണ്. നിങ്ങളുടെ അസറ്റ് സെക്യൂർ ആണ്. സെക്യൂർ യുവർ ലിക്വിഡിറ്റി. നമ്മളുടെ അസറ്റിനും നമ്മുടെ ലിക്വിഡിറ്റിക്കും വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ടെതറോഷ്യൻ നമ്മൾക്ക് ഒരുക്കി തരുന്നത്. നമുക്കിതിൽ കടന്നു വരാൻ 20 US ഡോളർ മുതൽ 1000 US ഡോളർ വരെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് 20 USDT. കാരണം ഈ സിസ്റ്റത്തെ പഠിക്കാനും അറിയാനും വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഒരു കാരണവശാലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ അല്ല. കാരണം നമ്മൾക്ക് അറിയാം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഉള്ള ഒരു അസറ്റ് ആയിരിക്കണം ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ഒരു 1800 രൂപ അല്ലെങ്കിൽ 2000 രൂപ എന്ന് പറയുന്നത് നമുക്കതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു പൈസ എന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ ഒരു ദിവസത്തെ എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഷൂ മേടിക്കാൻ വേണ്ടിയിട്ടോ മാറ്റി വെക്കുന്ന നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ടാ. അത് ഒരിക്കലും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ കാണണം. നമ്മളുടെ ഈ ഒരു അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു റിട്ടേൺ, ഗ്രാജുവലി റിട്ടേൺ നേടിത്തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 35% ആണ് നമുക്ക് വെർത്തുള്ള ഡിജിറ്റൽ അസറ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ 35% ഇന്നത്തെ ബൈ റേറ്റിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി, ഈ ഒരു യൂണിറ്റ് കിട്ടും. 52% ലിക്വിഡിറ്റി പുള്ളിക്ക് മാറ്റി വയ്ക്കും. ബാക്കി 48% ഇവര് ടീം ബോണസ് കൊടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു ആസ് എ ഇൻവെസ്റ്റർ കടന്നു വന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് നമുക്ക് എന്താണ് പ്രോഫിറ്റ്, അവർ എന്ത് പ്രതീക്ഷിച്ചാണ് കേടുന്നു വരുന്നത്, നമുക്ക് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് സേഫ് ആയിട്ടുള്ള ഒരു റിട്ടേൺ, അവര് മുടക്കിയെടുക്കുന്ന അസറ്റിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു അഷുറൻസ്, ഈ രണ്ട് രീതിയിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ടെതറോഷ്യൻ. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അസറ്റിന്റെ 2 ഇരട്ടി, അതായത് അവർ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ 2 ഇരട്ടി വരെ അവർക്ക് ഇതിന്റെ അപ്രിസിയേഷനിൽ നിന്ന് അവർക്ക് പിൻവലിക്കാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റർക്ക് കിട്ടുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂളിംഗും വരുന്നുണ്ട്. $100, $500, $1000 ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റർക്ക് അവരുടെ എമൗണ്ട് 1x, അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പൂളിംഗത്തിലൂടെ അവർ തിരിച്ചു വരികയും ചെയ്യും. സോ കസ്റ്റമർ വിൽ ബി ഹാപ്പി. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കേസ് അറിയാം. നമ്മളിപ്പോ ഒരു കസ്റ്റമർ ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ, ഇപ്പൊ അതിന്റെ വാല്യൂ നമുക്കൊരു $10 ആയി കഴിഞ്ഞാൽ $10,000 ആണ് ആ ഇൻവെസ്റ്ററുടെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം $1000 ആണ് USDT ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അയാൾക്ക് 2 ഇരട്ടി, അതായത് 2x മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോയിൻ സെല്ലിംഗ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഡബിൾ വാല്യൂ ഉള്ള ഡിജിറ്റൽ അസറ്റ് അവർക്ക് സെല് ചെയ്യാം. ബാക്കി ഒരു $8,000 USDTക്ക് വെറുത്തുള്ള അസറ്റ് അവരുടെ വാലറ്റിലുണ്ട്. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവര് വേറെ ഒന്നും ചെയ്യണ്ട, അവർ ഇൻക്രീസ് ചെയ്താൽ മതി. അവരുടെ ബൈയിങ് ലിമിറ്റ് കൂട്ടി അവരുടെ സെല്ലിംഗ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് ഒരു അഫിലിയേറ്റ് പേ ഔട്ട്.
നമുക്ക് ടീം ഇൻകം ലിമിറ്റ് നമ്മൾ ഒരു അഫിലിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊരു പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്കുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ 3x വരെ അവർക്ക് അതൊന്ന് വിഡ്രോ ചെയ്യാം. ഇപ്പൊ $100 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു അഫിലിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തി കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഫിലിയേറ്റ് ഇൻകം താഴെ നിന്ന് ഡയറക്റ്റ് ഇൻകം ഒരു $300 ആയി കഴിഞ്ഞാൽ അവരുടെ ആ ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും വർക്ക് ചെയ്തിട്ടുള്ള എമൗണ്ട് ഹോൾഡിംഗ് ബാലൻസിൽ ഉണ്ടാവും. അത് ലാപ്സ് ആയി പോവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പോവില്ല, കമ്പനിക്ക് പോവില്ല, അപ്ലൈന് പോവില്ല, അങ്ങനെയുള്ള യാതൊരു രീതിയിലും അത് നഷ്ടം സംഭവിക്കില്ല. അവരുടെ അസറ്റ് അവർക്ക് തന്നെയാണ്. അവർക്ക് അത് എപ്പോ വേണമെങ്കിലും പിൻവലിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവരുടെ ലിമിറ്റ് കൂട്ടണം. വിഡ്രോവൽ ലിമിറ്റ് കൂട്ടണം എന്ന് വെച്ചെങ്കിൽ അവർക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യണം. ഈ കസ്റ്റമർക്ക്, അതായത് ഒരു ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അവർക്ക് ഇൻക്രീസ് ചെയ്യാം അവരുടെ ലിമിറ്റ് ബൈ ചെയ്തുകൊണ്ട്, പുതിയ കോയിൻസ് ബൈ ചെയ്തുകൊണ്ട് അവരുടെ വിഡ്രോവൽ ലിമിറ്റ് കൂട്ടാം. പിന്നെ വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം, അതായത് അഫിലിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതായത് അത് ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്. സിസ്റ്റമോ അല്ലെങ്കിൽ ഗുഡ ടെക്നോളജിയോ ടെദ്രോഷ്യൻ കമ്മ്യൂണിറ്റിയോ ഒന്നും ആരെയും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേറ്റ് ചെയ്താലേ ഇതിന്റെ ഇൻകത്തിന്റെ റേറ്റ് കയറുള്ളൂന്നോ, അല്ലാന്നുണ്ടെങ്കിൽ അഫിലിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ കോയിന്റെ അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യില്ല എന്നോ ഒന്നും പറയുന്നില്ല. അവരുടെ താല്പര്യം, അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് ടൈം ഇൻകോ അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു സിസ്റ്റമാണ് ഇതിൽ അഫിലിയേറ്റ് ഇൻകം. ഇതിൽ 2 ടൈപ്പാണ് വരുന്നത്. ആക്റ്റീവ് ഇൻകം വരുന്നുണ്ട്, അതുപോലെ തന്നെ പാസീവ് ഇൻകം വരുന്നുണ്ട്. പാസീവ് ഇൻകം നമുക്ക് വെർച്വൽ അസറ്റ് നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ റേറ്റ് കയറുന്നതിനനുസരിച്ചുള്ള ഒരു വാല്യൂ അപ്രിസിയേഷൻ, അതാണ് ഡെഫി പ്രോജക്റ്റിന്റെ ബേസിക് ഫസ്റ്റത്തെ ഒരു ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ അത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കോയിൻ പർച്ചേസ് ചെയ്ത് മാത്രമേ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. ആ കോയിൻ, അവർ ഹോൾഡ് ചെയ്യുന്ന കോയിന്റെ വില കൂടുന്നതിനനുസരിച്ചുള്ള ഒരു വാല്യൂ അവർക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പൊ $100, $500, $1000 ഇൻവെസ്റ്റ് ചെയ്ത് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ച് വരുന്നത് വരെ, അവർ ഇട്ട ക്യാപിറ്റൽ തിരിച്ചു വരുന്നത് വരെ അവർക്ക് തിരിച്ചു വരുന്ന ഒരു ഇൻകത്തിനെയാണ് ഇവര് പൂൾ ഇൻകം എന്ന് പറയുന്നുള്ളത്. അതില് നമ്മൾ ഒരു ദിവസത്തെ ടേൺ ഓവർ, ഒരു ദിവസം ടെദ്രോഷ്യൻ കമ്മ്യൂണിറ്റിയിൽ ഗ്ലോബലി വരുന്ന ബിസിനസിന്റെ ടേൺ ഓവറിന്റെ 4% അവര് ഡിവൈഡ് ചെയ്ത് അതിനെ 16 ഡിവൈഡ് ചെയ്തിട്ട് 100 USDT ആരാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ 100 USDT ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും 1 പോയിന്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ 500 USDT ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ മെമ്പേഴ്സിന് അതിന്റെ 5 പോയിന്റും, 1000 USDT ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അതിന്റെ 10 പോയിന്റും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അവരുടെ ആ ക്യാപിറ്റല് അതിലൂടെ അവർക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ നമുക്ക് അൺപെയ്ഡ് ഇൻകം ഉണ്ട്. കാരണം ക്വാളിഫൈ ആവാത്ത, അതായത് റാങ്ക് ക്വാളിഫൈ ആവുമ്പോഴും അതുപോലെ തന്നെ ലെവൽ ഇൻകത്തിലും ക്വാളിഫൈ അല്ലാത്ത ലീഡേഴ്സിന്റെ, അല്ലാതെ അഫിലിയേറ്റ് ഇൻകം എലിജിബിൾ അല്ലാത്ത ലീഡേഴ്സിന്റെ ഇൻകം കൂടി ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ് പൂളിംഗത്തിലേക്ക് അവർ മാറ്റി വെക്കുന്നുണ്ട്. ആക്റ്റീവ് ഇൻകം സോഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം. ഈ ആക്റ്റീവ് ഇൻകത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോ നിങ്ങളോട് സംസാരിച്ച നൂറ മാഡം, ഇവരെല്ലാവരും ഈ ആക്റ്റീവ് ഇൻകത്തിന്റെ ഒരു മനോഹാരിത മനസ്സിലാക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇതില് നമുക്ക് 10 ലെവല് നമുക്ക് വരുമാനം വരുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഒരാളെ സ്പോൺസർ ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കണ്ടീഷനും ഇല്ല, ഒരു നിർബന്ധവും ഇല്ല, ആരെയും ഇതിലേക്ക് വലിച്ചഴക്കേണ്ട ഒരു കാര്യമില്ല. നല്ല രീതിയിൽ നല്ല പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കി അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് നമ്മളുടെ വാക്ക് കേട്ട് നമ്മുടെ കൂടെ നിൽക്കാം.
ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 10% എനിക്ക് സിസ്റ്റം പേ ഔട്ട് ആയിട്ട് തരുന്നത്. സെക്കൻഡ് ലെവല് നമുക്ക് 3%, അതായത് ഞാൻ കൊണ്ടുവരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പറിനെയോ റിലേറ്റീവിനെയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട്, 3% എനിക്ക് വരുമാനമുണ്ട്. അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ 3, 4, 5 ഈ രീതിയിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്റെ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് 50 USDT ആയിരിക്കണം. അതുപോലെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് 5 മെമ്പേഴ്സിനെ, 5 ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിലൂടെ ഞാൻ ആ 5 വ്യക്തിയിലൂടെ അല്ലെങ്കിൽ 5 or 10 വ്യക്തിയിലൂടെ 250 USDT ബിസിനസ് എങ്കിലും ഞാൻ ചെയ്തിരിക്കണം. 6, 7, 8 ഈ രീതിയിൽ നിന്ന് എനിക്ക് 1% അവിടെ നടക്കുന്ന ബിസിനസിന്റെ 1% എനിക്ക് കിട്ടാൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 USDT സെൽഫ് ഇൻവെസ്റ്റ്മെന്റും 5 ഡയറക്റ്റ് മെമ്പേഴ്സ്, അതിലൂടെ 500 USDT ബിസിനസ്. പക്ഷെ ആ ഒരു ക്രൈറ്റീരിയ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്രൈറ്റീരിയയും ഫില്ല് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് അഫിലിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയോട് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് 100 USDT സ്റ്റാർട്ട് ചെയ്യൂ. കാരണം പിന്നീട് നിങ്ങളുടെ ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മറന്നു പോകും. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ജോയിനിങ് വരുന്ന സമയത്ത് നിങ്ങൾ ആ ക്രൈറ്റീരിയ നോക്കാനോ അല്ലെങ്കിൽ ലെവൽ നോക്കാനോ വോളിയം നോക്കാനോ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ കിട്ടേണ്ട $US ചിലപ്പോൾ വലിയൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം രണ്ടാമത്തെ ലെവലിലും മൂന്നാമത്തെ ലെവലിലും വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ മറ്റുള്ള വ്യക്തി ചിലപ്പോൾ കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്യിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നഷ്ടം സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ക്രൈറ്റീരിയ ഫില്ല് ചെയ്തിടുക. $100 ഇൻവെസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 9,000 രൂപ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് കോടികളാണ്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 9, 10 എന്നുള്ള ലെവലിൽ വരാൻ വേണ്ടിയിട്ട് 0.5% ആണ് നമുക്ക് കിട്ടുന്നത്. അതിനും സെയിം കണ്ടീഷൻ തന്നെയാണ്. 100 USDT സെൽഫ് ഇൻവെസ്റ്റ്മെന്റും 5 ഡയറക്റ്റ് റെഫറിലെ $500 ബിസിനസ് വോളിയം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടീം അഫിലിയേറ്റ് ഇൻകം. ഈ ടീം അഫിലിയേറ്റ് ഇൻകം വളരെ നല്ല ഒരു പവർഫുൾ സോഴ്സ് ആണ് ഈ ടെതറോഷ്യൻ നമുക്ക് തരുന്നത്. നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. കാരണം പല രീതിയിലാണ് നമുക്ക് ഇന്ന് വരുമാനം കിട്ടുന്നത്. ഇപ്പോ ഈ 10 ലെവലിൽ നിന്നുള്ള വരുമാനം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി നല്ല രീതിയിൽ ഗൈഡ് ചെയ്തുകൊണ്ട് നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ആണ് നിങ്ങളുടെ ലൈഫിന് വലിയൊരു ചേഞ്ച് ഉണ്ടാവും അതില്. കാരണം അതിന്റെ ആ ഒരു സ്പ്ലിറ്റപ്പ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആ ഒരു സ്പ്ലിറ്റപ്പ് ആണ് ഞാൻ തരുന്നത്. ടെതറോഷ്യൻ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മളൊരു $100 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. കമ്പനി വേറെ ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നില്ല. ആ വരുന്ന എമൗണ്ട് അപ്പൊ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പേ ഔട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 8 മാസമായിട്ട് വളരെ നല്ല രീതിയിൽ പേ ഔട്ടിന്റെ ഇഷ്യൂസ് ഇല്ലാതെ വളരെ റിയൽ ടൈം ബൈ ആൻഡ് സെൽ എന്നുള്ള രീതിയിലും റിയൽ ടൈം അവർക്ക് പേ ഔട്ട് കൊടുക്കുന്ന സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ഒരു ആക്യുറസി ഇതുവരെ ഈ സിസ്റ്റത്തിലുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് ലിക്വിഡിറ്റി പൂളിലേക്ക് 52% അവർ മാറ്റി വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് ലെവലിൽ 10%, രണ്ടാമത്തെ ലെവലിൽ 3%, മൂന്നാമത്തെ ലെവലിൽ 2%, നാലാമത്തെ ലെവലിൽ 2%. ഇതേപോലെ 10 ലെവലിൽ ഇൻകം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് 23% അവർ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതില് ഈ സിസ്റ്റത്തില് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ആണ് റാങ്ക് ഇൻകം. സിൽവർ, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട്. ഫ്രണ്ട്സ്, ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും വേണ്ട. ലൈഫില് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു 4 റാങ്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഈ ടെതറോഷ്യൻ കമ്മ്യൂണിറ്റീനെ സ്നേഹിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. ഇപ്പോൾ സിൽവർ അച്ചീവർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4%. നമ്മൾ വേറെ ഏത് കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിലും ടീം താഴേക്ക് ഇറങ്ങി പോകും തോറും ലീഡേഴ്സിന് നെഞ്ചെടുപ്പാണ്. എനിക്ക് അതിൽ നിന്നൊന്നും കിട്ടില്ല, എന്റെ ഇത്ര ലെവൽ താഴെ പോയി, അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് വരുമാനമില്ല, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാ. പക്ഷെ നിങ്ങൾ
ഓരോ റാങ്കുകൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര ഡെപ്തിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാനും ടീമിനെ സപ്പോർട്ട് ചെയ്യാനും ടീമിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാനും പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നവർ ആരും ടീം സപ്പോർട്ട് ഇല്ലാന്നോ അല്ലെങ്കിൽ ടീം ഒരു കെയറിങ് ഇല്ല എന്നുള്ള രീതിയിൽ ഒരാളും ഇതിൽ പറയില്ല. സിൽവർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4%, ഗോൾഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 8%ആണ് കിട്ടുന്നത്, എമറാൾഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 12%. അതായത് നിങ്ങളുടെ ടീമിൽ എവിടെ എത്ര ഡെപ്തിൽ ഒരു എൻട്രി വന്നാലും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ വന്നാലും നിങ്ങൾക്ക് കിട്ടുന്നത് 12% നിങ്ങൾ എമറാൾഡ് ആണെന്നുണ്ടെങ്കിൽ. നിങ്ങൾ ഡയമണ്ട് റാങ്കിൽ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു റാങ്കാണ് ഡയമണ്ട്. ഈ ഡയമണ്ട് റാങ്കിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ടീമിൽ നിന്ന് എവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നാലും നിങ്ങൾക്ക് കിട്ടുന്നത് 16%. പ്ലസ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഒരു ഡയറക്റ്റ് എൻട്രി കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡയറക്റ്റ് ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 10% കിട്ടും, 16% ഡയമണ്ടിന്റെ റാങ്കിങ്ങും കിട്ടും, 26% നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ബെസ്റ്റ് റാങ്ക് റിവാർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം 4%. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്, അതായത് സിസ്റ്റത്തിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ടുള്ളത് 5%. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി. കാരണം ഈ വരുന്നതിന് വേറെ ഒരു രീതിയിലേക്കും ഫണ്ട് വക മാറ്റി വെക്കാതെ കിട്ടുന്നത് 100% അപ്പൊ തന്നെ ഒരു ആ സെക്കൻഡിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ടെതറോഷൻ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്കാണ് കടന്നു വരുന്നത്, റാങ്കിന്റെ ക്രൈറ്റീരിയ. നമ്മൾ സിൽവർ റാങ്ക്, കാരണം നൂറ മാഡം ഇപ്പോൾ അതിന്റെ ആ ഒരു മനോഹാരിത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാഡമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് സിൽവർ റാങ്ക് എടുത്ത് പറഞ്ഞത്. കാരണം അവർ തന്നെ പറഞ്ഞു അതിനെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് സിൽവർ റാങ്ക് അടിക്കാനും അതിൽ നിന്ന് ഏൺ ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു കാര്യം അവർ വീണ്ടും അവർക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കും. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഏതൊരു സാധാരണക്കാർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിൾ ക്രൈറ്റീരിയ ആണ് സുഹൃത്തുക്കളെ ഇതിൽ വെച്ചിട്ടുള്ളത്. കാരണം ജസ്റ്റ് ഒരു 100 USDT, അത് ഞാൻ പറഞ്ഞല്ലോ 10 ലെവലിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം 100 USDTയുടെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5 ഡയറക്റ്റ് സ്പോൺസർ, നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ $500 ഒരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയി. പിന്നെ ടീമിൽ നിന്ന് ടോട്ടൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ 5 പേരുടെ വോളിയവും അതിന്റെ താഴെയുള്ള വോളിയം കൂടിയിട്ട് 5000 USDTയുടെ ബിസിനസ്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ഒരു 500 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി അവര് കൊണ്ടുവരുന്നത് $4500 ബിസിനസ് വന്നാൽ മതി. നമ്മൾ ക്രൈറ്റീരിയ ഫില്ലായി, നമ്മൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ആയി. അതായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടീമിൽ നിന്ന് എത്ര ഡെപ്തിൽ വന്ന ഒരു ബിസിനസ്സിനും നമുക്ക് കിട്ടുന്നത് 4% നമുക്ക് അഫിലിയേറ്റ് ഇൻകം കിട്ടും, അതായത് റാങ്ക് ഇൻകം കിട്ടും. പിന്നെ വരുന്നത് ഗോൾഡ് റാങ്ക്. നമുക്ക് ടീം വോളിയം $25000 ബിസിനസ് ആണ്. നമുക്ക് 2 ഡിഫറെന്റ് ലെഗില്, അത് ഇത്ര ലെവലിൽ വേണമെന്നോ അല്ലെങ്കിൽ അഞ്ചാമത്തെ ലെവലിന്റെ ഉള്ളിൽ വേണമെന്നോ അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ ഇതിലില്ല. നമുക്ക് എത്ര ഡെപ്തിൽ പോയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ 2 ഡിഫറെന്റ് ലെഗില് 2 സിൽവർ ഉണ്ടായിരിക്കണം. ടീം വോളിയം $25000 ബിസിനസ് ഉണ്ടായിരിക്കണം. ഞാൻ സിൽവർ കഴിഞ്ഞ് അതുപോലെ ഗോൾഡ് റാങ്ക് അച്ചീവ് ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. കാരണം നമുക്ക് എത്ര ഡെപ്തിൽ പോയി വർക്ക് ചെയ്യാലും ടീമിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കൂടുതൽ എനർജി പകരുന്ന ഒരു ഇൻകം സ്ട്രക്ചറാണ് ഇവര് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 8% ടീമിലെ എവിടെ ഒരു എൻട്രി വന്നാലും നമുക്ക് 8% കിട്ടും. ആ സമയത്ത് ഞാൻ ഒരു ഡയറക്റ്റ് എൻട്രി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രിയുടെ 10% പ്ലസ് റാങ്കിന്റെ 8%, 18% എനിക്ക് ആ ഒരു എൻട്രിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. പിന്നെ എമറാൾഡ്, ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2 പേരെ മാത്രം ഫോക്കസ് ചെയ്ത് ആ 2 പേരിലൂടെ മാത്രം ടീം ക്രിയേറ്റ് ചെയ്ത് അവരെ ബിൽഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് അച്ചീവ് ചെയ്യുന്ന ഓരോ അച്ചീവ്മെന്റും നമ്മളുടെയും കൂടി അച്ചീവ്മെന്റ് ആണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു ഫോക്കസ് ചെയ്യുന്ന ഒരു സിൽവറിനെ ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് അവരെ അടുത്ത ഒരു റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതോടുകൂടിയിട്ട് നമ്മളും
ഒരു ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പരസ്പരം സഹകരിച്ചുകൊണ്ട് മാത്രം മുന്നേറാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഇതിന്റെ റാങ്കിംഗം എന്ന് പറയുന്നത്. എമറാൾഡ്, ഞാൻ പറഞ്ഞല്ലോ, ആ 2 സിൽവർ, ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 സിൽവറിനെ ഞാൻ ഇവിടെ ഗോൾഡ് ആക്കി കഴിഞ്ഞാൽ ടീമിലൂടെ ടോട്ടൽ 1 lakh USDT ബിസിനസ് വന്നു കഴിഞ്ഞാൽ ആരാണോ അവരെ ഹെൽപ്പ് ചെയ്ത ആള് എമറാൾഡ് റാങ്കിലേക്ക് എത്തും. ഇപ്പോ എന്റെ നെക്സ്റ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എല്ലാ സിൽവർ അച്ചീവേഴ്സിനെയും അടുത്ത ഗോൾഡ് റാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഇപ്പോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 6 സിൽവർ അച്ചീവേഴ്സിനെ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 6 സിൽവർ അച്ചീവേഴ്സും 1-2 മാസം കൊണ്ട് അവര് അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതില് വളരെ 2-3 പേര് ഈ ഒരാഴ്ച 2 ആഴ്ച എന്നുള്ള രീതിയിൽ തന്നെ അവര് ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്യും. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഇതിലുള്ളത്. പിന്നെ ഡയമണ്ട് റാങ്ക്, ആ 2 പേര് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, എമറാൾഡ് ആക്കിയാൽ മതി. ആരാണോ നമ്മുടെ കൂടെ നിൽക്കുന്നത് അവരെ സിസ്റ്റം നല്ല രീതിയിൽ പഠിപ്പിക്കുക, അവരെ കൂടെ നിർത്തുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, അവരെ എമറാൾഡ് എന്നുള്ള ഒരു റാങ്കിലേക്ക് എത്തിക്കുക. എന്റെ ടീം വോളിയം അതായത് $5,000 $5 ലക്ഷം ബിസിനസ് ക്രൈറ്റീരിയ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഡയമണ്ട് എന്നുള്ള രീതിയിലാവും. അപ്പോ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത് 16%. നമുക്ക് എത്ര ഡെപ്തിൽ ഒരു ബിസിനസ് വന്നാലും 16% ആ ഒരു ഇൻകം സ്ട്രക്ചർ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, ഇതും കൂടാതെ ഇതിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് ഒരു വ്യക്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഡിവൈഡ് ചെയ്ത് തരുന്നതിന് പുറമെ നമുക്ക് കൂടുതൽ നമ്മുടെ അസറ്റുകൾ സേവ് ചെയ്യാനും അതുപോലെ തന്നെ അസറ്റ് കൂട്ടാനും പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഇപ്പൊ നൂറ മാഡം സംസാരിച്ചു, 100 രൂപയുള്ള സമയത്തും അല്ലെന്നുണ്ടെങ്കിൽ അതിലും കുറഞ്ഞ സമയത്തൊക്കെ US ബിറ്റ് കോയിൻ വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും നമ്മൾ അതിനെ കുറിച്ചിട്ട് ശ്രദ്ധിച്ചില്ല. അത് എങ്ങനെ നമ്മുടെ ഒരു അസറ്റിലേക്ക് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അസറ്റിൽ നമുക്ക് ബിറ്റ് കോയിന്റെ എണ്ണം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് അന്ന് ചിന്തിച്ചില്ല. കാരണം ചിന്തിക്കാത്തതിന്റെ കാരണം ടെക്നോളജി ഇത്രമാത്രം ഉയർന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മളും ടെക്നോളജിയോടൊപ്പം ഉയർന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ബിറ്റ് കോയിനെ കുറിച്ച് അറിയാനും ബിറ്റ് കോയിൻ വാങ്ങാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, സെല് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജിയുടെ ഒരു അപ്ഡേഷന്റെ കുറവ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏണിങ്സ് നമുക്ക് പലർക്കും സ്വപ്നങ്ങളിൽ മാത്രമാണ്. പക്ഷേ ഇനി വരും കാലങ്ങളിൽ ഒരു ബിറ്റ് കോയിനേക്കാൾ അധികമായിട്ട് വളരാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിട്ട് അസറ്റ് വാങ്ങുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഏണിങ്സ്, അതായത് നിങ്ങളുടെ അസറ്റ് 3 times ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന്റെ ബൈ ചെയ്യണം. നിങ്ങളുടെ വിഡ്രോവൽ ലിമിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കോയിൻസ് ബൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ താഴെ ഒരു 5 പേര് വളരെ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും 3x ആയി കഴിഞ്ഞാൽ അവരെല്ലാവരും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഗോൾഡ് റാങ്ക് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും, എത്ര ഡെപ്തിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ഓരോ വ്യക്തിയിലേക്കും 8% എന്നുള്ള രീതിയിൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്കും 3x കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഈ കോയിൻസ് ബൈ ചെയ്തുകൊണ്ടിരിക്കണം, എന്റെ വിഡ്രോവൽ ലിമിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അതുപോലെ ഒരു വർഷം നല്ല രീതിയിൽ ഒരു ടീം ബിൽഡ് ചെയ്ത് വളരെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ടീമിനെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ അഫിലിയേറ്റ് പേ ഔട്ട് നിന്ന് കിട്ടുന്ന ഡോളറിനേക്കാളും കൂടുതലായിട്ട് വളരെ കോടിക്കണക്കിന് വാല്യൂ ഉള്ള ഡിജിറ്റൽ അസറ്റ് ടെതറോഷ്യൻ നമുക്ക് തരുന്ന ഡിജിറ്റൽ അസറ്റിന്റെ ഒരു വലിയൊരു ശേഖരം തന്നെ എന്റെ കയ്യിലുണ്ടാവും. അത് മാത്രം മതി സുഹൃത്തുക്കളെ, നമ്മുടെ ബാക്കിയുള്ള തലമുറകൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഇൻകം പൊട്ടൻഷ്യൽ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സേവിങ്സ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം നമ്മുടെ ടൈം കറക്റ്റ് ആണ്. നിങ്ങൾ ഈ ഇത്രയും സമയം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിഞ്ഞു, നിങ്ങൾ ഈ സിസ്റ്റത്തിനെ കുറിച്ച് അറിഞ്ഞു, ഗുഡ ടെക്നോളജി എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി.
അതിൽ നിന്ന് കിട്ടുന്ന അഫിലിയേറ്റ് ഇൻകത്തിന്റെ സോഴ്സ്, അതിന്റെ ബ്യൂട്ടി, അതിന്റെ ഫ്യൂച്ചർ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ എടുക്കേണ്ട തീരുമാനമുണ്ട്. നിങ്ങൾ നമ്മളോടുകൂടി ഇതിന്റെ വുഡ ടെക്നോളജിയോടുകൂടി നടക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ ഒരു തയ്യാറാണ്, യെസ് എന്നാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ തനിച്ചല്ല. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ തനിച്ചാകില്ല. കാരണം നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ തന്ന് കൂടെ നിർത്താനും ഒരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ കൂടെ ഉണ്ട്. ലൈഫിൽ ആരും ഒറ്റയ്ക്കല്ല. കാരണം ലൈഫിൽ ചിലപ്പോൾ ഒറ്റയ്ക്കായി പോകും, പക്ഷെ ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നമ്മളോട് കൂടി ചേരുക. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നൂറ മാഡം. യെസ് സർ, പറയൂ. മാഡം സംസാരിച്ചോളൂ, ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചോളൂ. സാറ് അല്ല, ഇനി ഇതിൽ എത്രയും കേട്ടതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സാർ അതിനൊരു റിപ്ലൈ തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ഡൗട്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്? ഹലോ ഓഡിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ടെതറോഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. നമസ്കാരം. പറയൂ. വളരെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, അതിൽ മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ, വ്യത്യസ്തമായ ഒരു സമീപനമായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, ഉറപ്പായിട്ടും ആശയങ്ങൾ കേൾക്കുന്നവർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ചാൻസ് ഉണ്ട്. മടി കൂടാതെ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, സംശയങ്ങളാകാം, ക്ലാരിഫിക്കേഷൻ ആകാം, ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കാം, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ആൻസറുകൾ വരുന്നുണ്ടാകും. ഒപ്പം തന്നെ പലർക്കും ഈ സിസ്റ്റം ചെയ്ത് അനുഭവങ്ങളുണ്ട്, പരിചയങ്ങളുണ്ട്. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തവരുണ്ട്, ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്തവരുണ്ട്. സോ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. അവൈലബിൾ ആണെങ്കിൽ ഞാൻ അതെ ഇതാണോന്ന് അത് നോക്കട്ടെ. സതീഷ് ജി അവൈലബിൾ ആണ്? സതീഷ് ജി കന്യാകുമാരി ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഈ സിസ്റ്റത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സിൽവർ റാങ്ക് ഓൾറെഡി ക്വാളിഫൈ ചെയ്തു. ടീമിൽ 2 സിൽവേഴ്സിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 3 സിൽവർ ക്രിയേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. സതീഷ് ജി ലൈവ് ആണെങ്കിൽ മൈക്കോ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഞാൻ തരാം. യെസ്, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി തന്നിട്ടുണ്ട്. മൈക്ക് ഓപ്പൺ ചെയ്യാൻ സംസാരിക്കാം. സതീഷ് അവൈലബിൾ ആണോ? യെസ്, ജെയ്സൺ ചാലക്കുടി മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, സംസാരിക്കാൻ വേണ്ടിയാണോ? കുമാർ ദാസ് സാർ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇന്ന് MC എടുത്ത ന്യൂറോ മാഡത്തിനും അതുമാതിരി പ്ലാൻ പ്രസന്റേഷൻ നടത്തിയ ഫിജോ സാറിനും ആദ്യമേ തന്നെ നല്ല ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ഇന്നത്തെ ഈ കാലഘട്ടത്തില് നമ്മുടെ BTC ഒക്കെ ഏതാണ്ട് വലിയ റേഞ്ചിൽ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ കയ്യെത്തിപ്പിടിക്കാവുന്നതിന്റെ മേലെയാണ് അതിന്റെയൊക്കെ റേറ്റ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വുഡോ വഴിയായിട്ടും ടെറോഷൻ വഴിയായിട്ടൊക്കെ
നല്ല സാമ്പത്തിക ഭദ്രത വരുത്താൻ വേണ്ടി എല്ലാവർക്കും ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത ഇതിന്റെ എല്ലാ ഉയർന്ന നിലവാരത്തിലുള്ള ഇതിന്റെ അഡ്മിന്മാർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ആത്മാർത്ഥമായിട്ട് നമ്മൾ 1 വർഷമോ 2 വർഷത്തിൽ സജീവമായിട്ട് നിന്ന നല്ലൊരു ബാലൻസ് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തൊരു ഏണിങ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും അതിനുവേണ്ടി വളരെ ഊർജതയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നെ ഈ കൺസെപ്റ്റിലേക്ക് പരിചയപ്പെടുത്തിയത് ബിനോയാണ് കയ്പമംഗലമുള്ളത്. ആ സാറിനും നന്ദിയുടെ രേഖകൾ ഇവിടെ അർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you, Jason. Thank you for your wonderful words. Yes, Sadeshi Kumar Das sir, available ആണോ? സോ ഇന്നത്തെ സെഷൻസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം ആർക്കും പ്രത്യേകിച്ച് ചോദിക്കാനോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്റെ ഒന്ന് പരിചയപ്പെടുത്താൻ. എന്റെ പേര് അബ്ദുൾ മജീദ് എന്നാണ്. സ്വദേശം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. ഈ സിസ്റ്റത്തെ 2024 ഏപ്രിൽ 2-ാം തീയതി പരിചയപ്പെടാനുള്ള ഒരു അവസരം ലഭിച്ചു. അന്ന് സിസ്റ്റത്തിൽ വൈകിട്ട് 7:36 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഈ സിസ്റ്റം എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചു. ഈ സിസ്റ്റത്തിന്റെ സാധ്യത എന്താണെന്ന് തിരിച്ചറിഞ്ഞു. മെയ് മാസം മുതൽ ആളുകളോട് ഇത് സംസാരിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനത്തിലൂടെ സിസ്റ്റത്തിന്റെ ഗോൾഡ് റാങ്കിലേക്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ടീമിൽ 8 സിൽവർ റാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. വളരെ മനോഹരമായ രൂപത്തിൽ ഈ സിസ്റ്റം അനൗൺസ് ചെയ്ത തായ്ലൻഡ് ട്രിപ്പ് ടീമിൽ ഒരാൾ ഓൾറെഡി വിൻ ചെയ്ത് കഴിഞ്ഞു. വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ ഈ സിസ്റ്റം പറയുന്ന ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് സിസ്റ്റത്തെ ഗൈഡ് ചെയ്തുകൊണ്ട്, സിസ്റ്റത്തിലുള്ള ഓരോ മാറ്റങ്ങളും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, ടെക്നിക്കൽ അഡ്വൈസ് കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകുന്നു. എവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് മലയാള സൂം അടുത്ത വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് 9 മണിക്കാണ്. എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ഹിന്ദിയിലാണ് 9 മണിക്ക് സൂം മീറ്റിംഗ് ഉള്ളത്. എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മലയാളത്തിലാണ് പ്രസന്റേഷൻ ഉള്ളത്. എല്ലാ സൂം പ്രസന്റേഷനും ഉപയോഗിക്കുക. വളരെ ഭംഗിയായി ഈ സിസ്റ്റം ഏറ്റെടുക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.